ഈ കഴിഞ്ഞ ദിവസം ബാക്കി വന്ന അപ്പത്തെക്കുറിച്ച് ഇട്ട വീഡിയോയുടെ അടിയിൽ ഒരാളിങ്ങനെ കമൻ്റ് ചെയ്തു, അച്ഛാ, ദേവാലയത്തിൽ നിന്ന് അകന്നുപോയവരെ മാത്രമല്ല, ഈശോയുടെ സുവിശേഷം ആരെയൊക്കെ അറിയിക്കണോ അവരെയൊക്കെ നമ്മൾ തേടി കണ്ടെത്തി സുവിശേഷം പറയണോ. പറഞ്ഞത് സത്യമാണ്. ഇന്ന് നമ്മുടെ പ്രധാനപ്പെട്ട ദൗത്യങ്ങളിലൊന്നാണ് ഈശോയുടെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുക എന്നുള്ളത്. സാധാരണ ദേവാലയത്തിനകത്ത് നിന്ന് വരാത്തവരെക്കുറിച്ച് പറയുമ്പോൾ അത് കേൾക്കുന്നത് മുഴുവൻ വരുന്നവരാണ് എന്നുള്ളതാണ് സത്യം. ഞാൻ സാധാരണ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമാണ്, രാവിലെ എഴുന്നേറ്റലുടനെ ഒരു ദൈവവചനം ചില ഗ്രൂപ്പുകളിലേക്കും ചില സ്ഥലങ്ങളിലേക്കും ഒക്കെ ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കും. ഇതിനൊരു കാരണമുണ്ട്. ചില സമയങ്ങളിലൊക്കെ എനിക്ക് ചില മറുപടികൾ വരാറുണ്ട്, ഒരിക്കലും അറിയില്ലാത്ത ചില വ്യക്തികളിൽ നിന്നൊക്കെ. ആ മറുപടി എങ്ങനെയായിരിക്കും, അച്ഛാ, ഈ വചനം എനിക്ക് വേണ്ടി തന്നെ ഉള്ളതായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വെറും 4-5 സെക്കൻഡോ എടുത്ത് അയച്ചു കൊടുക്കുന്ന ഒരു ദൈവവചനം അത് അനേക കാര്യങ്ങളിലേക്ക് ചെല്ലുന്നുണ്ട്. നമ്മുടെ സ്റ്റാറ്റസ് വീഡിയോ ആയിട്ടിരുന്ന ഒരു വചനം അത് അനേകരുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ദിവസത്തിൽ ഒരു 5 സെക്കൻഡ്, വെറും 5 സെക്കൻഡ് മാറ്റിവെച്ചാൽ നമുക്ക് സുവിശേഷ പ്രഘോഷകരായി മാറാൻ പറ്റും. അനേകരിലേക്ക് ഈശോയുടെ വചനം എത്തിക്കാൻ പറ്റും. യേശയ്യാപ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 11-ാം വാക്യം അതിങ്ങനെയാണ് പറയുന്നത്, അതുപോലെ തന്നെയാണ് എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനങ്ങളും, ഫലം തരാതെ അതൊരിക്കലും തിരിച്ചു വരികയില്ല. നമ്മളയക്കുന്ന കുഞ്ഞു വചനങ്ങൾ, നമ്മൾ 5 സെക്കൻഡ് മാത്രം മാറ്റിവെച്ച് അയച്ചു വിടുന്ന വചനങ്ങൾ പലരുടെ ഹൃദയങ്ങളിൽ വലിയ മാറ്റത്തെയും വലിയ ആശ്വാസത്തെയും ഉണ്ടാക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമുക്ക് 5 സെക്കൻഡിൻ്റെ കുഞ്ഞു പ്രഘോഷകരാകാം. ദൈവം അനുഗ്രഹിക്കട്ടെ.